ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല റോസ്റ്റ് ഉണ്ടാക്കാൻ പോകട്ടോ നമ്മൾ. ഇപ്പം തുണ്ടമീനാണ്. അത് നമ്മൾ ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് നന്നായിട്ട് മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫുൾ ലെങ്ത് വീഡിയോ ഞാൻ റിലേറ്റഡ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഞാൻ അവിടെ നിന്ന് ഇവിടെ നിന്ന് കുറച്ച് ബിറ്റുകൾ മാത്രം എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ റോസ്റ്റാണ് മെയിൻ പരിപാടി ഞാനിപ്പോൾ ഈ ഷോർട്സിൽ കാണിക്കുന്നതിൽ. അപ്പം മീൻകറി പോലെ തന്നെ മീൻ വറുത്തതൊക്കെ പോലെ തന്നെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള സാധനമാണ്. ഈ പൊള്ളിക്കൽ, കരിമീൻ പൊള്ളിക്കൽ എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ, നമ്മൾ കഴിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഈ പൊള്ളിക്കലിൻ്റെ സെയിം ഗ്രേവിയാണ് നമ്മൾ ഇവിടെ കാണിക്കാമോ, അതിൻ്റെ ഒരു മിനിയേച്ചർ. അപ്പോൾ ആദ്യം നമ്മൾ പാൻ എടുത്തു, എണ്ണ ഒഴിച്ചു, കടുക് പൊട്ടിച്ചു, സബോള ഇട്ട് കൊടുത്തു, പച്ചമുളക് ഇട്ട് കൊടുത്തു. അത് രണ്ടും നന്നായിട്ട് വഴിച്ച് വരുന്ന സമയത്തിന് നമ്മൾ തക്കാളിക്കയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ സബോളയും തക്കാളിക്കാണ് മെയിൻ ഇൻഗ്രീഡിയൻസ് നമ്മുടെ റോസ്റ്റിങ്ങിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ പൊള്ളിക്കലിൻ്റെ ആ ഗ്രേവിയുടെ. അത് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി നന്നായിട്ട് ഇട്ട് കൊടുക്കുക. എരിവിൻ്റെ അംശം ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചില്ലി ഫ്ലേക്സ് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. പക്ഷേ ആ തനതായ രുചി കിട്ടത്തില്ല. നമുക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി മാത്രം മതി. എന്നിട്ട് നന്നായിട്ട് വഴഞ്ഞു വരുമ്പോഴത്തേനും ഇതുപോലെ സ്മാഷ് ചെയ്ത് കൊടുക്കണം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇച്ചിരി വറ്റ് ചോറുണ്ടാ ഈ സ്മാഷ് ചെയ്ത ഈ ഗ്രേവി ആണെങ്കിലും മതി. പിന്നെ വേറെ പ്രോസസ്സൊന്നുമില്ല. മീൻ വറക്കുക, വാഴയിലേക്കകത്ത് പുള്ളിക്കൽ പരിപാടി ചെയ്ത് കൊടുക്കുക. സിമ്പിൾ.